ഡെയിലി ഡിഫറൻറ്റ് ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സെഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിൽ അടുത്തൊരു ചോദ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. ഓക്കെ, ഫംഗ്ഷൻ റിലേറ്റ് ചെയ്യുന്ന ചോദ്യമാണ് ഇത്. ബൈജക്ഷൻ ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഞാൻ അത്ര എഴുതിയില്ല, നമുക്ക് ആവശ്യമുള്ള പോർഷൻ മാത്രമേ. ഇപ്പോൾ ഇതാണ് നമ്മുടെ ബേസിക് ഫംഗ്ഷൻ എഫ് ഫ്രം ആർ ടു ആർ ഡിഫൈൻഡ് ആസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ്. അപ്പോൾ ഇത് ബൈജക്ഷൻ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട്. ബൈജക്ഷൻ ആണെങ്കിൽ 1 ഉം 1 ഉം ആകണം. 1 കണ്ടീഷൻ എന്താണ് മക്കളെ? എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ x1 ഈക്വൽ ടു x2 ആകണം. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം. സോ 1 കണ്ടീഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 1 ഓക്കെ, എഫ് ഓഫ് എക്സ് വൺ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ടു ആണെങ്കിൽ ഓക്കെ നമുക്കറിയാം ഇവിടെ എന്ത് പറയാം, x1 ദ ഹോൾ ക്യൂബ് ഈക്വൽ ടു x2 ദ ഹോൾ ക്യൂബ്. ക്യൂബ് ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡും ക്യൂബിക് റൂട്ട് എടുക്കാം. ക്യൂബിക് റൂട്ടിന് നെഗറ്റീവ് പോസിറ്റീവ് 0 എന്നുള്ള ഒരു പ്രശ്നമില്ല, ഡയറക്റ്റ് ആയിട്ട് അത് ക്യാൻസൽ ചെയ്ത് നമുക്ക് കളയാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും x1 ഈക്വൽ ടു x2. ഓക്കെ, സോ എഫ് ഓഫ് x1 ഈക്വൽ ടു എഫ് ഓഫ് x2 ഇംപ്ലൈസ് x1 ഈക്വൽ ടു x2. സോ എന്താണ് മക്കളെ, അത് 1 ആണ്. അടുത്ത് ഓൺ ടു ചെക്ക് ചെയ്യാം. ഓൺ ടു എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത് മക്കളെ? ഓൺ ടു ചെക്ക് ചെയ്യുന്നത് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y ആയിട്ട് എടുക്കുക. ഓക്കെ, എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ക്യൂബ്. അപ്പോൾ നമുക്ക് കിട്ടും എക്സ് ക്യൂബ് ഈക്വൽ ടു y, അഥവാ എക്സ് ഈക്വൽ ടു ക്യൂബിക് റൂട്ട് ഓഫ് y എന്ന് പറയാം. ഓക്കെ, ക്യൂബിക് റൂട്ട് ഓഫ് y എന്ന് പറയുന്നത് എന്താണ് മക്കളെ? റിയൽ ആണ് അല്ലേ, എലമെന്റ് ഓഫ് r ആണ്. സോ നമുക്ക് ക്യൂബിക് റൂട്ട് ഓഫ് y എന്ന് പറയുന്നത് y റിയൽ ആണെങ്കിൽ ക്യൂബിക് റൂട്ട് ഓഫ് y എന്ന് പറയുന്നത് നിർബന്ധമായിട്ടും റിയൽ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഏതൊരാൾക്കും പ്രീ ഇമേജ് പറയാൻ പറ്റും. ദെയർഫോർ നമുക്ക് എന്ത് പറയാം, അത് ഓൺ ടു ആണ്. സോ 1 ഓൺ ടു ആയതുകൊണ്ട് ഇത് എന്താണെന്ന് പറയാം മക്കളെ? ബൈജക്ഷൻ ആണ് എന്ന് പറയാം. സോ ഈ ഒരു മോഡലിനാണ് ഈ ഒരു ചോദ്യത്തിന് നിങ്ങൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ബൈജക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ 1 ഓൺ ടു ചെക്ക് ചെയ്യുക, രണ്ടുമാണെങ്കിൽ ബൈജക്ഷൻ എന്ന്